ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ 29-ാം തീയതി ചേർന്ന PSC യോഗത്തിലെടുത്ത ഒരു പ്രധാനപ്പെട്ട ഡിസിഷൻ എന്ന് പറഞ്ഞാൽ കമ്പനി ബോർഡുകളിലേക്കുള്ള അസിസ്റ്റന്റുകളുടെ നോട്ടിഫിക്കേഷൻ വരുന്നു എന്നുള്ളതാണ്. അതായത് എല്ലാ തവണയും വരുന്നത് പോലെ തന്നെ രണ്ട് നോട്ടിഫിക്കേഷനായിട്ടായിട്ടും വരുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള രണ്ട് കാറ്റഗറിയിലുള്ള ബോർഡുകളെ ലിസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ആ നോട്ടിഫിക്കേഷനുകൾ എന്ന് നോക്കാം. ആദ്യമായിട്ട് വരുന്നത് ജൂനിയർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2, LD ക്ലർക്ക്, ക്ലർക്ക്, ഫീൽഡ് അസിസ്റ്റന്റ്, ഡിപ്പോ അസിസ്റ്റന്റ് തുടങ്ങിയ പേരുകളിൽ വരുന്ന കോർപ്പറേഷനുകളിലേക്കാണ് വരുന്നത്. അതിൽ തന്നെ KSRTC, KLDB, SFCK തുടങ്ങിയവയാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത്. അടുത്ത നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ജൂനിയർ അസിസ്റ്റന്റ്, ക്യാഷിയർ, അസിസ്റ്റന്റ് ഗ്രേഡ് 2, ക്ലർക്ക് ഗ്രേഡ് 1, ടൈം കീപ്പർ ഗ്രേഡ് 2, സീനിയർ അസിസ്റ്റന്റ്, അസിസ്റ്റന്റ്, ജൂനിയർ ക്ലർക്ക് തുടങ്ങിയ പേരുകളിൽ വരുന്ന വ്യത്യസ്ത ബോർഡുകളിലേക്കാണ്. ഈ ഒരു ലിസ്റ്റിലാണ് പൊതുവെ KSEB, KSFE മുതലായ സ്ഥാപനങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ രണ്ട് ലിസ്റ്റുകളാണ് പ്രധാനമായിട്ടും എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. രണ്ടിനും രണ്ട് കാറ്റഗറി നമ്പറും ആയിരിക്കും. രണ്ട് വ്യത്യസ്ത ആപ്ലിക്കേഷനും നമ്മൾ അയക്കേണ്ടി വരും. അതുപോലെ തന്നെ പ്രിലിമിനറി ഒന്നും രണ്ടിന് വ്യത്യസ്ത കട്ട് ഓഫും ആയിരിക്കും. ഇതിന് രണ്ട് മെയിൻസ് എക്സാംസുമാണ് പൊതുവെ കണ്ടുവരുന്നത്. നമുക്ക് ഈ നോട്ടിഫിക്കേഷന്റെ വിശദ വിവരങ്ങളിലേക്ക് പോകാം. ഇത് കഴിഞ്ഞ വർഷം വന്ന നോട്ടിഫിക്കേഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് ഏറ്റവും പ്രിഡോമിനന്റ് ആയിട്ടുള്ള KSEB, KSFE തുടങ്ങിയവയുടെ ഡീറ്റെയിൽസ് ആണ്. അവസാനമായിട്ട് ഈ എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വരുന്നത് 26/2022 എന്ന നോട്ടിഫിക്കേഷൻ നമ്പറിലാണ്. ഇത് പ്രകാരം ഇതിൽ അപേക്ഷിക്കാൻ പറ്റുന്നത് ബിരുദധാരികൾക്കാണ്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ബിരുദമുള്ള ഏതൊരു ഉദ്യോഗാർത്ഥികൾക്കും ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഓരോ വ്യത്യസ്ത ബോർഡുകൾക്കും ഓരോ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകൾക്കും വ്യത്യസ്ത സാലറി സ്കെയിൽ ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ KSFEയുടെ സാലറി ആയിരിക്കില്ല നിങ്ങൾക്ക് KSEBയിൽ നിന്ന് കിട്ടുന്നത്. അങ്ങനെ വ്യത്യസ്തങ്ങളായുള്ള ബോർഡുകൾക്ക് വ്യത്യസ്തങ്ങളായുള്ള സാലറി ആയിരിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഇതിന്റെ പ്രായപരിധി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്ക്. എന്നാൽ SC, ST, OBC മുതലായ വിഭാഗങ്ങൾക്ക് മതിയായ പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ്. അതായത് OBC വിഭാഗങ്ങൾക്ക് 3-ഉം SC, ST വിഭാഗങ്ങൾക്കും 5-ഉമാണ് ഈ ഒരു പ്രായപരിധി ലഭിക്കുക. ഇനിയും ഈ ഒരു എക്സാമിനേഷന്റെ DOEയും മറ്റു ഡീറ്റെയിൽസ് നോക്കാം. ഇത് പ്രകാരം കാറ്റഗറി നമ്പർ 26/2022 എന്ന് പറഞ്ഞു വന്ന നമ്പറിൽ ഇതിന്റെ DOE പബ്ലിഷ് ചെയ്ത് 13/3/2024 ആയിരുന്നു. ഇത് പ്രകാരം കട്ട് ഓഫ് മാർക്ക് വന്നത് 43.33 ആണ്. ഓർക്കുക, ഇത് മെയിൻസ് എക്സാമിനേഷന്റെ കട്ട് ഓഫ് മാർക്കാണ് പറയുന്നത്, പ്രിലിമിനറി എക്സാമിനേഷന്റെ അല്ല. ഇത് പ്രകാരം മെയിൻസ് എക്സാമിനേഷന്റെ 43.33 മാർക്കാണ് വന്നത്. ഈ ഒരു മാർക്ക് പ്രകാരം മൊത്തം മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ 3763 ഉദ്യോഗാർത്ഥികൾ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇതിൽ നിന്ന് 1621 പേർക്ക് അഡ്വൈസ് പോയതായിട്ടും കാണുന്നുണ്ട്. ഇനിയും ഈ റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് കൂടുതൽ അഡ്വൈസ് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത കാറ്റഗറിയാണ് ജൂനിയർ അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് ഗ്രേഡ് 2, LD ക്ലർക്ക്, ക്ലർക്ക്, ഫീൽഡ് അസിസ്റ്റന്റ്, ഡിപ്പോ അസിസ്റ്റന്റ് തുടങ്ങിയ രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്ന എക്സാമിനേഷന്റെ അവസാനമായി നടന്ന ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് പ്രകാരം 653/2021 എന്ന നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഇത് വന്നത്. ഇതും ഡിഗ്രിയുള്ള ബിരുദമുള്ള ഏതൊരാൾക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റാണ്. ഇതിന്റെയും സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് സാധാരണഗതിയിലുള്ളതുപോലെ തന്നെ അതാത് കമ്പനികളും ബോർഡുകളുമാണ് തീരുമാനിക്കുന്നത്. അപേക്ഷിക്കാനുള്ള പ്രായപരിധിയിൽ വ്യത്യാസമില്ല. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. മതിയായ ഇളവ് OBC, SC, ST, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്, സർവീസ്മാൻ മുതലായവർക്ക് അനുവദിച്ചിട്ടുള്ള രീതിയിൽ തന്നെ ലഭിക്കുന്നതാണ്. അന്ന് ഈ ഒരു കാറ്റഗറി നമ്പർ പ്രകാരം ഉണ്ടായ DOE ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിന്റെ DOE വന്നത് 29/1/2024 ഇത് പ്രകാരം ആ എക്സാമിനേഷന്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞാൽ 53.67 ആയിരുന്നു. ഇതിന്റെ മൊത്തം മെയിൻസ് ലിസ്റ്റിൽ ഉൾപ്പെട്ട കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ 1734 പേരും ഇതിന്റെ അഡ്വൈസ് പോയത് 794 പേരുമാണ്. ഇതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞിട്ടില്ല, നിലനിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഇനിയും നിയമനങ്ങൾ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു എക്സാമിനേഷനായിട്ട് തയ്യാറെടുപ്പുകൾ തുടങ്ങുക. ഓർക്കുക, ഇതിന് പ്രിലിമിനറി മെയിൻസും എക്സാമിനേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഡിഗ്രി ലെവൽ പ്രിലിമിനറിക്കുള്ള തയ്യാറെടുപ്പുകളുമായിട്ടാണ് നിങ്ങൾ പോകേണ്ടത്. ചിട്ടയായ പഠനം ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനോടകം വന്നിരിക്കുന്ന ഡിഗ്രി തലത്തിലുള്ള എക്സാമുകൾക്കെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ തയ്യാറെടുക്കാൻ കഴിയും. നിങ്ങളുടെ ചിട്ടയായ തയ്യാറെടുപ്പുകൾ നിങ്ങൾക്ക് വലിയൊരു വിജയം നേടിയെടുക്കാൻ സഹായിക്കുന്ന രീതിയിലായിരിക്കും. PSCയുമായി ബന്ധപ്പെട്ട മറ്റ് അപ്ഡേറ്റുകൾ നമ്മുടെ ഈ ചാനൽ ഇനിയും തുടരുന്നതായിരിക്കും. ഈ ഒരു കണ്ടന്റുകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതിനും കൂടുതൽ വിശദമായ വിവരങ്ങൾ ലഭിക്കുന്നതിനുമായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെയുള്ള കമന്റിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ എല്ലാവരും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു തുടങ്ങുക. എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.